ഹലോ ഗായ്സ്, അപ്പോൾ പോസ്റ്റ്ഗ്രസ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പോസ്റ്റ്ഗ്രസ്, എന്താണ് ഡാറ്റാബേസ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എങ്ങനെയാണ് പോസ്റ്റ്ഗ്രസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്കോടെ ഐ ബട്ടണിൽ കൊടുക്കുക, ആദ്യം പോയിട്ട് അത് കാണാം, എന്നിട്ട് ഈ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ആദ്യം ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് ഡാറ്റാബേസ്, ഞാനിതിൻ്റെ പേര് ഒരു കമ്പനി എന്ന പേര് കൊടുത്തു. ഓക്കെ, കമ്പനി. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനി എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് /l അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡാറ്റാബേസുകളും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം കമ്പനി. ഓക്കെ, ഇനി ആ ഒരു ഡാറ്റാബേസിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് \c കമ്പനി. ഓക്കെ, ദെൻ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഡാറ്റാബേസിൽ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ടേബിൾ നെയിം. നമ്മൾ ഇനി ടേബിളിൻ്റെ നെയിം എന്താണെന്ന് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എംപ്ലോയി എന്ന് കൊടുത്തു. എംപ്ലോയി ടേബിളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട ഫീൽഡുകളൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ എനിക്ക് അതൊരു ID ഫീൽഡ് വേണം. സോ ID എന്ന് കൊടുത്തു. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. സോ ഇൻ്റ് എന്ന് കൊടുത്തു, കോമ. ഇതിന് എനിക്ക് വേണ്ടത് നെയിം വേണം. ദെൻ നെയിം എന്ന് കൊടുത്തു. നെയിം കഴിഞ്ഞ് നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ കൊടുക്കുന്നത് വാർക്കാറാണ്, അതായത് ക്യാരക്ടർ. വാർക്കാർ വിത്ത് ലെങ്ത് 50 കൊടുത്തു. ഓക്കെ, ദെൻ എനിക്ക് വേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമെയിൽ വേണം. ഓക്കെ, ഇമെയിൽ വാർക്കാർ. ഓക്കെ, 50 ക്യാരക്ടർ തന്നെ കൊടുത്തു. ദെൻ എനിക്ക് ലാസ്റ്റായിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം. സോ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഡാറ്റ ടൈപ്പ് ഞാൻ ഡേറ്റ് എന്ന് കൊടുത്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാം ക്രിയേറ്റ് ടേബിൾ. നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്ന ടേബിൾ നമ്മുടെ കമ്പനി ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് \d അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പനി ഡാറ്റാബേസിലുള്ള എല്ലാ ടേബിൾസുടെ ഡിസ്പ്ലേയും ഇവിടെ ഇപ്പോൾ എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ടേബിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ ഈ /d നമ്മുടെ ടേബിൾ നെയിം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, എംപ്ലോയീസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആ ടേബിൾ കാണാൻ പറ്റും. ID, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, നെയിം, അതുപോലെ തന്നെ ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാം അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് ടേബിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നമ്മളൊരു കൺസ്ട്രെയിനും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ കൺസ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചില ഫീൽഡുകൾ, ഇപ്പോൾ നെയിം എടുക്കാം. നെയിം നിർബന്ധമായിട്ടും ഒരു റെക്കോർഡ് ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടിക്കണം. അതായത് നെയിം നിർബന്ധമാണ്, അത് നോൺ നള്ളബിളാണ്, അതായത് നള്ളാവാൻ പാടില്ല ഒരിക്കലും. അതുപോലെ തന്നെ ഇമെയിൽ ഫീൽഡ് ആണെങ്കിൽ യുണീക്ക് ആയിരിക്കണം. ഒരു എംപ്ലോയിക്ക് ഒരു ഇമെയിൽ ഒറ്റ എംപ്ലോയി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഈ കണ്ടീഷൻസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ടേബിൾ എങ്ങനെ കൺസ്ട്രെയിൻസോട് കൂടിയിട്ട് എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്തതായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്ന ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഡ്രോപ്പ് ടേബിൾ നെയിം കൊടുക്കുക. ടേബിൾ നെയിം എംപ്ലോയീസ്. ഓക്കെ, ദെൻ നമ്മുടെ ടേബിൾ ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ദെൻ അത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് \d അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ എന്തില്ല, ടേബിളൊന്നുമില്ല, റിലേഷൻസ് ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഫീൽഡ് സ്പെസിഫൈ ചെയ്യണം. ആദ്യം ID ഡാറ്റ ടൈപ്പ് ആസ് ഓഫ് നൗ ഞാൻ ഇൻറ്റിജർ കൊടുത്തു. ഓക്കെ, ഇനി നമ്മളതിന് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻറ്റ് നോട്ട് നൾ എന്ന് പറയുന്നൊരു കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് ഈ ID ഒരിക്കലും നള്ളാവാൻ പാടില്ല. ഓക്കെ, അതാണ് ഒരു കൺസ്ട്രെയിൻ കൊടുക്കുന്നത്. ഇനി IDക്ക് അടുത്ത കൺസ്ട്രെയിൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി കീ എന്ന് പറയുന്നൊരു കൺസ്ട്രെയിൻ കൂടെ കൊടുത്തു. ഓക്കെ, പ്രൈമറി കീ എന്ന് പറയുന്നത് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു
ടേബിളിലെ ഒരു റോനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോളമാണ് ഐ ഡി എന്ന് പറയുന്നത്. അതായത് ആ ടേബിളിൽ ഈ ഐ ഡി എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഒരു ഐ ഡിയിൽ ഒറ്റ കോളം മാത്രമേ അല്ലെങ്കിൽ ഒറ്റ റോ മാത്രമേ ആ ടേബിളിൽ വരത്തുള്ളൂ. ഇതാണ് ഈ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു റെക്കോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒന്നിനെങ്കിൽ നമ്മൾ മാനുവലി ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഐ ഡി ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിന് പകരമായിട്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഇൻക്രിമെൻ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഐ ഡി 1 ഓൾറെഡി ഒരു റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ അടുത്ത റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ 1 എന്നുള്ളത് ഐ ഡി 2 ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യും. നമ്മൾ ഐ ഡി മാനുവലി അതായത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഐ ഡി മാനുവലി കൊടുക്കാതെ ഈ ഡാറ്റാ ബേസിന് ഐ ഡി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഓട്ടോ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പാണ്. നമ്മൾ ഇതിൻ്റെ പോസ്റ്റ്ഗ്രേസിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ന്യൂമറിക് ടൈപ്പിൽ ഇവിടെ കാണാം സീരിയൽ, അതുപോലെ തന്നെ ബിഗ് സീരിയൽ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കാണാം ഓട്ടോ ഇൻക്രിമെൻറ്റിംഗ് ഇൻറ്റിജർ. ഇവിടെ സീരിയൽ എന്ന് പറയുമ്പോൾ 4 ബൈറ്റ്, ബിഗ് സീരിയൽ എന്ന് പറയുമ്പോൾ 8 ബൈറ്റ്. അപ്പോൾ ഈ ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഓട്ടോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓട്ടോ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഡിയുടെ ഈ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറിൽ നിന്ന് ഞാൻ അത് ബിഗ് സീരിയൽ ആക്കി കൊടുത്തു. ഓക്കെ, ബിഗ് സീരിയൽ. ഈ പ്രൈമറി കീ എന്ന് പറയുന്നത് ഡാറ്റാബേസിലുള്ള ഡാറ്റാബേസിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു കീ ആണ്. ഇതുപോലെ തന്നെ ഫോറിൻ കീ, അതുപോലെ തന്നെ വേറെ ഒരുപാട് കീസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ഓരോ കീസായിട്ട് അതിൻ്റെ യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫീൽഡ്. ഐ ഡി കൊടുത്തു. ഇനി ഞാൻ നെയിം കൊടുത്തു. നെയിം എനിക്ക് ഡാറ്റ ടൈപ്പ് ഞാൻ വാർക്കാർ തന്നെ കൊടുത്തു. വാർക്കാർ വിത്ത് 50 ക്യാരക്ടേഴ്സ്. അതിന് കൺസ്ട്രെയിൻ ഞാൻ നോട്ട് നല്ലെന്ന് കൊടുത്തു. ദെൻ അടുത്ത ഫീൽഡ് ഇമെയിൽ. ഇമെയിലും അതുപോലെ തന്നെ വാർക്കാർ തന്നെ ഡാറ്റ ടൈപ്പ് കൊടുത്തു വിത്ത് 50 ക്യാരക്ടേഴ്സ്. അതിൻ്റെ കൺസ്ട്രെയിനും നോട്ട് നള്ള്. മാത്രമല്ല ഞാൻ യുണീക്ക് എന്ന് പറയുന്ന വേറെ കൺസ്ട്രെയിൻ കൊടുത്തു. അതായത് ഒരു ഇമെയിൽ ഐ ഡിയിൽ ഒരാൾ മാത്രമേ എൻ്റെ ഡാറ്റാബേസിലോട്ട് കയറാൻ പാടുള്ളൂ. അതിനാണ് ഞാൻ ഈ ഇമെയിൽ യുണീക്ക് ആക്കി കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ആഡ് ചെയ്തു. നെയിം ഇമെയിൽ ഡേറ്റ് ഓഫ് ബർത്ത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ ഡേറ്റ് എന്ന് കൊടുത്തു. അതിന് പ്രത്യേകിച്ച് കൺസ്ട്രെയിൻ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളനിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് കാണാം ക്രിയേറ്റ് ടേബിൾ, അതായത് നമ്മുടെ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടേബിളിലോട്ടൊന്ന് പോയി നോക്കില്ല, അതായത് /d അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എംപ്ലോയി ഐ ഡി സീക്വൻസ് എന്ന് പറയുന്ന ഒരു സീക്വൻസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ എംപ്ലോയി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിളാണ്. ഈ സീക്വൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കാരണം നമ്മൾ ബിഗ് സീരിയൽ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവിടെ ഓട്ടോമാറ്റിക്കലി ഒരു സീക്വൻസും അതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ /d എംപ്ലോയി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എത്രയേ പറയുന്നുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ തൊട്ട് എങ്ങനെയാണ് ഈ ഒരു ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ടേബിളിനെ ഫെച്ച് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.